എക്സൈറ്റീവ് ആണെന്ന് പറയുന്നു, കോടതിയെ വിശ്വസിക്കുന്നു സർക്കാർ. അതേസമയം തന്നെ പ്രതിപക്ഷവും ബിജെപിയും പറയുന്നത് ഇത് കേന്ദ്ര അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ്. അത് കോടതിയിൽ വിശ്വാസമില്ലെന്നാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശ്വാസത്തിലെടുക്കുന്നു. കോടതി ഈ കാര്യത്തിലെടുത്ത നിലപാടുകൾ സുതാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് സർക്കാരിനും കോടതിക്കും ഇതിൽ ഒരേ നിലപാടാണെന്ന് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഈ കോൺഗ്രസ് തന്നെ BJPയും മറ്റു രൂപത്തിൽ CBI കുറിച്ച് പറഞ്ഞല്ലോ, കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞത് ഞാനല്ല, സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസ് വന്നപ്പോൾ കോൺഗ്രസല്ലേ CBI ഏറ്റവും കൂടുതൽ പരിഹസിച്ചത്. അപ്പോൾ ഒരു ചില കാര്യങ്ങൾ അങ്ങനെ പരിഹസിക്കുകയും ചില കാര്യങ്ങൾ ഇത് വിശ്വസിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി പറയുന്നത് ഇല്ല, നമ്മളിപ്പോൾ സംശയം പറയുന്നതൊന്നും നമ്മളൊരു റിപ്പോർട്ടായിട്ട് ആധികാരികമായി പറയുന്നില്ല. ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് മാത്രമാണ് ചോദിച്ചത്. ഈ പരസ്പരം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലാതെ അങ്ങനൊരു ഈ രൂപത്തിൽ നിന്ന് ഇന്നയാൾ ഇന്നത് ചെയ്തു എന്നൊരു രൂപത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞത് ഈ കേന്ദ്ര ഏജൻസികൾ ഈ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്, ആ റെയ്ഡ് ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവും അത് മറക്കാനാണ്, സർക്കാരിനെ സഹായിക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്താണ് അങ്ങനെ ഒരു സുരേഷ് ഗോപി ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നതിനെല്ലാം മറുപടി പറയുന്നത് അല്ല. അദ്ദേഹം പലപ്പോഴും പല രൂപത്തിൽ പലത് പറയുന്നത് BJPക്കാർ തന്നെ തള്ളി പറയുന്നു. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ആലപ്പുഴയിൽ എയിംസ് വേണം. BJPയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പറഞ്ഞു അത് BJPയുടെ അഭിപ്രായം അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അല്ല, ഇങ്ങനെ വരുന്ന ഓരോ അഭിപ്രായത്തിനെങ്കിലും മാറി മാറി പറയുന്നത്. അതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. ഏറ്റുപിടിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേന്ദ്രവും സംസ്ഥാനവും BJPയും CPM ഇല്ല, ഉണ്ട്. ആർക്കാണ് ബന്ധമുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിൻ്റെ എത്ര വോട്ട് സമ്പാദിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത്? ഞാൻ വോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതേസമയത്ത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട 86,000 പര വോട്ടാണ്. അപ്പോൾ ആരാ കച്ചവടം നടത്തി എന്നുള്ള കാര്യം ഞാൻ പറയണം. അപ്പം അതുകൊണ്ട് ആ എന്ത് രാഷ്ട്രീയം സംസാരിക്കാനുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. ഇക്കാര്യത്തിൽ എവിടെയുണ്ടെങ്കിലും അത് അന്വേഷിച്ച് കൊണ്ടുപോകും. ഇപ്പം എല്ലാ ക്ഷേത്രവും ദേവസ്വം ബോർഡുകളുടെ കീഴിലല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1251 ക്ഷേത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 405 ക്ഷേത്രങ്ങളാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1450 ക്ഷേത്രങ്ങളാണുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടൽമാണിക്യ ദേവസ്വം ബോർഡും സിംഗിളാണ്. കൂടൽമാണിക്യത്തിൽ 13 ഉപക്ഷേത്രങ്ങൾ കൂടിയിട്ട് ഇതാണ് ബാക്കിയുള്ള എത്രയോ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതെല്ലാം ഒന്നേ ഊരായ്മ വകയോ അല്ലെ ട്രസ്റ്റ് വകയോ. ഇപ്പം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നല്ലേ, അതൊരു ട്രസ്റ്റ് വകയാണ്, അത് ദേവസ്വം ബോർഡിൻ്റെ അല്ല. അപ്പോൾ അതിനെല്ലാം നമുക്ക് പോയി മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയില്ല. കുറേ സ്ഥലത്തും വരുമ്പോൾ ഇത് അന്വേഷിക്കാം. അല്ല, ഇപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവ് വരാതെ നമുക്ക് കയറി അവർ അറിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റൂ. വരട്ടെ, അന്വേഷണം കഴിച്ച് നിങ്ങളേതായാലും ഇത് അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്തു. റിപ്പോർട്ട് വരട്ടെ, വന്നു കഴിഞ്ഞു. തെലങ്കാനയിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ അവിടെ പ്രതിഷേധ സംഗമങ്ങൾ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാണ് കോൺഗ്രസ്. അവർ രാഷ്ട്രീയമായി കണ്ടു ആഗോള അയ്യപ്പ സംഘം, ഞങ്ങൾ ശബരിമലയുടെ വികസനവുമായി കണ്ടു. ഇതാണ് വ്യത്യാസം. ആഗോള അയ്യപ്പ സംഗമത്തെ നമ്മൾ കണ്ടത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഭാവിയിൽ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക, അവിടുത്തെ ക്രൗഡ് ഒഴിവാക്കാൻ കഴിയുക. ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും അത് വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റവരത് രാഷ്ട്രീയമാക്കി മാറ്റി. ഞങ്ങളതിൽ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഏറ്റവും വിജയകരമായ ആഗോള അയ്യപ്പ സംഗമം അന്നെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട്